നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമയം അത്ര മികച്ചതല്ലെന്ന് തന്നെ വേണം പറയാൻ. T20 ഫോർമാറ്റിൽ ഒഴികെ മറ്റ് രണ്ടിലും സമീപകാലത്ത് വലിയ തിരിച്ചടികൾ തന്നെയാണ് ടീം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ഏറ്റവും അവസാനമായി കളിച്ച 2 ടെസ്റ്റ് പരമ്പരകളിലും ഇന്ത്യക്ക് പരാജയം നേരിട്ടിരുന്നു. ഇതിൽ ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ ഇന്ത്യ തൂത്തുവാരപ്പെടുകയായിരുന്നു. മോശം ടീം സെലക്ഷനാണ് പലപ്പോഴും ഇന്ത്യയെ ചതിച്ചിട്ടുള്ളതെന്നാണ് കാണാനാകുന്നത്. അർഹിച്ച ചില കളിക്കാർ ടീമിൽ അവസരം കിട്ടാതെ തഴയപ്പെട്ടപ്പോൾ പകരം മറ്റു ചിലർ കയറി പറ്റുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ടീമിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾക്ക് പഴി കേൾക്കുന്നത് മുഖ്യ കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമാണ്. പക്ഷേ ഇവരെ മാത്രം വിമർശിച്ചതുകൊണ്ട് കാര്യമില്ല. യഥാർത്ഥ വില്ലൻ അണിയറയ്ക്ക് പിന്നിലാണെന്നതാണ് യാഥാർത്ഥ്യം. അത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും മുൻ ഫാസ്റ്റ് ബൗളറുമായ അജിത് അഗാർക്കറാണ്. മുഖ്യ സെലക്ടർ ആയതു മുതൽ വളരെ പക്ഷപാതപരമായ തീരുമാനങ്ങൾ അദ്ദേഹം സ്വീകരിച്ചതായി കാണാനാകും. തനിക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് ഏറെ പിന്തുണ നൽകിയ അഗാർക്കർ ചിലരെ ഒതുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള ചില ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രോഹിത് ശർമ്മയ്ക്ക് ശേഷം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥിരം ക്യാപ്റ്റൻ ആവേണ്ടി വന്നിരുന്നത് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയാണ്. 1 വർഷത്തിലേറെ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തും ഉണ്ടായിരുന്നു അദ്ദേഹം. ചില പരമ്പരകളിലും ടീമിനെ നയിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിലും ഇന്ത്യയെ നയിക്കാനിരുന്നതും ഹാർദിക്കാണ്. പക്ഷേ അദ്ദേഹം സ്ഥിരം നായകനായി വന്നില്ലെന്ന് മാത്രമല്ല, വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പോലും പുറത്താക്കപ്പെട്ടു. ഇതിനെല്ലാം ചരട് വരച്ചയാൾ അജിത് അഗാർക്കറാണ്. ഹാർദിക്കിനെ മാറ്റി അദ്ദേഹം തനിക്കേറെ പ്രിയങ്കരനും നാട്ടുകാരനുമായ സൂര്യകുമാർ യാദവിനെ പുതിയ T20 ക്യാപ്റ്റനാക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാർദിക്കിനെ വൈസ് ക്യാപ്റ്റനായി പരിഗണിക്കാൻ പോലും അഗാർക്കർ തയ്യാറായില്ല. പകരം ഒട്ടും അനുഭവ സമ്പത്തില്ലാത്ത ശുഭ്മാൻ ഗില്ലിനെയാണ് ഈ റോള് ഏൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഹാർദിക്കിനെ പറ്റില്ലെങ്കിൽ വൈസ് ക്യാപ്റ്റൻസി ശ്രേയസ് അയ്യർക്ക് നൽകാമായിരുന്നു. കാരണം നായകൻ എന്ന നിലയിൽ വിവിധ ടീമുകൾക്കൊപ്പം കഴിവ് തെളിയിച്ചയാളാണ് അദ്ദേഹം. എന്നിട്ടും അഗാർക്കർക്ക് താല്പര്യം ഗില്ലിനോടായിരുന്നു. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ പലപ്പോഴും ടീമിൽ നിന്നും തഴയപ്പെട്ടതിന് പിന്നിലും അജിത് അഗാർക്കർ തന്നെയാണ്. 2023 ഏകദിന ലോകകപ്പിൽ തീർച്ചയായും സ്ഥാനം അർഹിച്ചയാളാണ് സഞ്ജു. പക്ഷേ ഏകദിനത്തിൽ വളരെ മോശം റെക്കോർഡുള്ള തനിക്ക് വേണ്ടപ്പെട്ട സൂര്യകുമാർ യാദവിനെയാണ് അഗാർക്കർ ടീമിലെടുത്തത്. ഈ തീരുമാനം വലിയ മണ്ടത്തരം തന്നെയായി മാറുകയും ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിന് ഇടം ലഭിക്കാതെ പോയതിന് പ്രധാന കാരണം അഗാർക്കർ തന്നെയാണ്. സഞ്ജു ടീമിൽ വേണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് പരിഗണിച്ചില്ല. പകരം തനിക്കും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും പ്രിയപ്പെട്ട ഋഷഭ് പന്തിനെ ടീമിൽ തിരികെ കയറ്റുകയും ചെയ്തു. ഇന്ത്യൻ ടീമിന്റെ മുഖ്യ സെലക്ടർ എന്ന നിലയിൽ അജിത് അഗാർക്കറുടെ മോശം തീരുമാനങ്ങൾ ഇനിയുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പിൽ നിന്നും മിന്നുന്ന ഫോമിലുള്ള ഫിനിഷർ റിങ്കു സിംഗ് തഴയപ്പെട്ടതിന് അദ്ദേഹത്തിന്റെ പക്കൽ ഇപ്പോഴും കൃത്യമായ ഉത്തരമുണ്ടാവില്ല. യുവ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ദേശീയ ടീമിൽ നിന്നും പൂർണ്ണമായും പ്രത്യക്ഷനായതിനു പിന്നിലും അഗാർക്കറുടെ കരങ്ങൾ തന്നെയാണ്. ഏകദിനത്തിൽ നന്നായി പെർഫോം ചെയ്തിട്ടും ഇഷാന് വേണ്ടത്ര അവസരങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. മാത്രമല്ല, ഇഷാനു പകരം IPL-ലോ ആഭ്യന്തര ക്രിക്കറ്റിലോ ഇനിയും കാര്യമായൊന്നും ചെയ്തിട്ടില്ലാത്ത ധ്രുവ് ജുറേലിനെ ഉയർത്തിക്കൊണ്ടു വന്നതിനു പിന്നിലും അഗാർക്കർ തന്നെയാണ്.